ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് ടാറ്റ ടിഗോർ ആണ് വണ്ടി. അപ്പൊ ഇതിന്റെ കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് നല്ല രീതിയിൽ ടൈറ്റ് ആവുന്നുണ്ട്, അതുപോലെ നല്ല രീതിയിലുള്ള ഹാർഡ് ക്ലച്ചിനുണ്ട്, അതുപോലെ തന്നെ വണ്ടി മൂവ് ആവുന്നില്ല. അതായത് എഞ്ചിൻ നല്ല രീതിയിൽ റേസ് ആവുന്നുണ്ട്, വണ്ടി മൂവ് ആവുന്നില്ല. അതായത് കയറ്റമൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ പെതുക്കെ ക്ലച്ച് ഒന്ന് ലോഡ് ചെയ്ത് പോയാലും ആ കയറ്റം കയറും. പക്ഷെ നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എഞ്ചിൻ കിടന്ന് ഇരക്കയല്ലാതെ വണ്ടി മൂവ് ആവുന്നില്ല. ഇതാണ് ഈ വണ്ടിയുടെ കംപ്ലൈന്റ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഗിയർ ബോക്സും കാര്യങ്ങളും ഒക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ ഗിയർ ബോക്സും കാര്യങ്ങളും അഴിച്ച് വെച്ചിട്ടുണ്ട്, അതിന്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇതിന്റെ ഗിയർ ബോക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് വെൽ ഹൗസിങ്ങിന്റെ ഭാഗത്ത് നോക്കാം. ഫുള്ളായിട്ട് ക്ലച്ച് തീർന്നതിന്റെ പൊടിയാണ് ഈ റിലീസ് ബെയറിങ്. അതുപോലെ തന്നെ റിലീസ് ബെയറിങ് നല്ല രീതിയിലുള്ള മൂളിച്ചുണ്ട്. ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കട്ടിക്ക് പിസിൽ വന്ന് കിടക്കുന്ന, അതുപോലെ തന്നെ ക്ലച്ചിന്റെ പൊടിയാണ് ഈ വന്ന് കിടക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലച്ച് ടൈറ്റ് ആവാനുള്ള മെയിൻ കാരണം ഈ ഫോർക്കിന്റെ ഇടയ്ക്ക് ഈ അഴുക്കെല്ലാം കൂടെ കയറിയിട്ട് ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഈ ഫോർക്കിന്റെ ഇടയ്ക്ക് കയറി കിടക്കുന്നതുകൊണ്ടാണ് ക്ലച്ച് നമ്മൾ ചവിടുന്ന സമയത്ത് ഇങ്ങോട്ട് മൂവ് ആവാനും പാട്, അതുപോലെ തന്നെ തിരിച്ച് റിട്ടേൺ പോകാനുമുള്ള പാട് വരുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ക്ലച്ചിന്റെ അവസ്ഥയൊന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ പഴയ ക്ലച്ച് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റിവിറ്റിന്റെ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് റിവിറ്റ് പിടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൈഡ് നിൽക്കുന്നത്. അതായത് ഇതിന്റെ വെട്ടൊക്കെ പൂർണ്ണമായിട്ടും തേഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ഭാഗത്തും റിവിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഒപ്പത്തിനൊപ്പം ആയിട്ടുണ്ട്. ഈ സൈഡ് ഫ്ലൈ വീലിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഓടിക്കഴിഞ്ഞാൽ ഫ്ലൈ വീലിൽ പിടിക്കും. പിന്നെ ഫ്ലൈ വീൽ സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ ഫ്ലൈ വീല് മാറ്റേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രഷർ പ്ലേറ്റ് സൈഡ് ഒന്ന് നോക്കാം. പ്രഷർ പ്ലേറ്റ് സൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ ഓൾറെഡി റിവിറ്റ് പിടിച്ചിട്ടുണ്ട്, ഈ സൈഡിൽ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ എല്ലായിടും അതായത് ഈ വെട്ട് പൂർണ്ണമായിട്ട് തേഞ്ഞിട്ട് ഫുള്ളായിട്ട് പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് റിവിറ്റ് ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ റിവിറ്റ് പിടിച്ചേക്കുന്നതുകൊണ്ടാണ് ഈ പ്രഷർ പ്ലേറ്റിൽ ഈ ഒരു പാട് വരാനുള്ള കാരണം. നേരെ മറിച്ച് ഇത് ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഇത് ഫ്ലൈവീൽ സൈഡാണ്. ഈ ഫ്ലൈവീൽ സൈഡിലാണ് ഈ റിവിറ്റ് പിടിച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലൈവീലിൽ ഇതുപോലുള്ള വെട്ടും കാര്യങ്ങളും വീഴും. വെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈവീലിൽ നമുക്ക് മാറ്റി പുതിയ ഫ്ലൈവീൽ ഇടേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വെട്ടോട് കൂടി നമ്മൾ ഫ്ലൈവീൽ ഇട്ട് കഴിഞ്ഞാൽ, പുതിയ ക്ലച്ച് ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് ജെർക്കിങ്ങും വൈബ്രേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാലും മനസ്സിലാവും, ഇതും ഈ റിവിറ്റ് പിടിച്ചിട്ട് ഈ ഭാഗത്തെ റിവിറ്റ് പിടിച്ചിട്ടാണ് ഈ ഒരു തേയ്മാനം ഇവിടെ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫിംഗറും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നല്ല രീതിയിലുള്ള തേയ്മാനം ഉണ്ട്. അപ്പോൾ ഇതിന്റെ ക്ലച്ച്, അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റ്, അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ് നമുക്ക് മാറണം. റിലീസ് ബെയറിംഗ് മാറുന്നതിന് ഒപ്പം തന്നെ ഈ ഭാഗങ്ങളെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് കയറ്റാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലച്ചിന്റെ ടൈറ്റ് മാറില്ല. ക്ലച്ച് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ റേസിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ക്ലച്ചിന്റെ ടൈറ്റ് മാറില്ല. ഇതിന്റെ പുതിയ ക്ലച്ച് പ്രഷർ പ്ലേറ്റും കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ റിലീസ് ബെയറിംഗ് മാറണം. അതുപോലെ തന്നെ വെലോസിയും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഗിയർ ബോക്സ് വണ്ടിയിൽ കയറ്റുന്നതായിട്ട്. അപ്പോൾ ഈ വണ്ടി ടാറ്റ ടിഗോർ ഡീസൽ എഞ്ചിനാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഏത് വണ്ടിയായാലും ക്ലച്ച് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ക്ലച്ച് ഡിസ്ക് തീരാറായതാണോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. കാരണം ഈ റിലീസ് ബെയറിങ്ങിന്റെ ഇടയ്ക്ക് പൊടി കയറിയിട്ട് ഫോർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലീസ് ബെയറിംഗ് മൂവ് ആവാതെ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ക്ലച്ച് ടൈറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ പ്രഷർ പ്ലേറ്റിന്റെ ആ ഒരു പ്രഷറിന്റെ വേരിയേഷൻ കൊണ്ടും ഈ ഒരു ക്ലച്ച് ടൈറ്റ് നല്ല രീതിയിൽ ഉണ്ടാവും. ഇതിനെ സംബന്ധിച്ചോളം ഫുള്ളായിട്ട് ക്ലച്ച് തീർന്നു, ഇത് ഏത് നിമിഷവും വഴി കിടക്കാൻ വണ്ടി നീങ്ങാത്ത ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. അതേസമയം നമ്മളിപ്പോൾ ആ ക്ലച്ച് ഡിസ്കിന്റെ ആ ഒരു ഫ്ലൈവീൽ സൈഡാണ് ഇതുപോലെ റിവിറ്റിൽ ഉറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ ഫ്ലൈവീലും മാറണം, അതൊരു എക്സ്പെൻസീവിലേക്കൊക്കെ അത് പോയേക്കാം. അപ്പോൾ ഇത് ഫ്ലൈവീൽ സൈഡിൽ പിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റ് സൈഡിൽ പിടിച്ചേക്കുന്നത് നമ്മൾ എന്തായാലും പ്രഷർ പ്ലേറ്റൂടെ ആണ് ഇതിന്റെ കൂട്ടത്തിൽ മാറുന്നത്, കൂടെ റിലീസ് ബെയറിംഗ് മാറുന്നുണ്ട്. അപ്പോൾ ഈ ക്ലച്ച് ടൈറ്റുള്ള വണ്ടിയിൽ നമ്മൾ ക്ലച്ച് ഡിസ്ക് പുതിയത് കയറ്റി കഴിഞ്ഞാലും ഈ വെൽ ഹൗസിങ് കറക്റ്റ്, ആ ഗിയർ ബോക്സിനകത്തേക്ക് ആ പൊടി അഴുക്കും കറക്റ്റ് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ടൈറ്റ് പിന്നെയും വരും. പക്ഷെ വണ്ടിക്ക് റേസിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ടൈറ്റ് നല്ല രീതിയിൽ വരും. അപ്പോൾ ഈ ക്ലച്ച് കയറ്റുന്ന ഏത് വണ്ടിയായാലും കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കയറ്റാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ക്ലച്ച് ടൈറ്റുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ക്ലച്ചിന്റെ പ്രശ്നം കൊണ്ടാണ്, അതായത് പ്രഷർ പ്ലേറ്റിന്റെ അല്ലെങ്കിൽ ക്ലച്ച് ഡിസ്ക് തീർന്നിട്ട് പൊടിയാണ് കയറിയിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ക്ലച്ച് മാറ്റി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ വഴി കിടക്കാനുള്ള സാഹചര്യം കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ക്ലച്ച് തീരുന്നതിന്റെ ആദ്യത്തെ ഒരു സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ചിന് ചെറുതായിട്ട് ഒരു ടൈറ്റ് വരാൻ തുടങ്ങും. ആ ടൈറ്റ് കൂടി വരാൻ തുടങ്ങും. അതാണ് ഇതിന്റെ ഒരു ക്ലച്ച് തീരാറാവുന്നതിന്റെ ഒരു സിംറ്റംസ് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ വലുവിന്റെ കുറവ്, അതുപോലെ തന്നെ ക്ലച്ച് ഹാർഡിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.